ആർട്ടിസ്റ്റ് കൊണോഷ്യർ, സഹൃദയൻ, അങ്ങനെ 3 ഉണ്ടല്ലോ. ഇതിൽ ഏറ്റവും മുൻതൂക്കം അജയ് കൊടുക്കുന്നത് എന്തിനാ? ആർട്ട് തന്നെയാണ് എപ്പോഴും. എന്താ വെച്ചാൽ ആർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ ബാക്കി എന്തും ഉണ്ടാവുന്നത്, ആർട്ടിസ്റ്റ് ഉണ്ടാവുന്നതും. ഇപ്പോൾ പാട്ട് എന്നുള്ള സംഭവം ഉണ്ടാവുന്നതുകൊണ്ടാണ് ഒരു പാട്ടുകാരനാവാൻ എനിക്ക് പറ്റുന്നത്. ആർട്ടിന് വേണ്ടി അജയ് എന്താ ചെയ്യണേ? അത് എന്താ കുറെ പ്രാക്ടീസ് ചെയ്യുക, അതാണ് അടിത്തറ നമ്മൾ സെറ്റ് ആക്കണമെന്നുണ്ട്. ഉണ്ട്. ഞാൻ ബോംബെയിലുണ്ടായിരുന്നപ്പോൾ ഒരു 10 years ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട് അന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്തതിന്റെ ബലമാണ് ഇപ്പോഴും. എന്താ വെച്ചാൽ ഇപ്പോഴൊക്കെ ഭയങ്കര ഇറ്റ്സ് കൈൻഡ് ഓഫ് വെരി ബിസി വേൾഡ്. ലൈക്ക് പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ എവിടെയാ സമയമുള്ളത്? നമ്മൾ ബാത്റൂമിലൊക്കെ കയറി രണ്ടുപേരും മൂളിപ്പാട്ട് പാടാനുള്ള സമയമൊക്കെ നമുക്കിപ്പോൾ കിട്ടാറുള്ളൂ. സോ അന്ന് അമ്മ എന്നെ രാവിലെ 5 മണിക്ക് എണീപ്പിക്കും, എന്നിട്ടൊരു 6:30 വരെ പാടിപ്പിക്കും. സാധകം, പക്കാ സാധകം. ഒരു സാധകം ചെയ്ത ഓർമ്മയിൽ എന്നാ അപ്പോൾ കീർത്തനം ആ കാലഘട്ടത്തിലേക്ക് പോകേണ്ടി വരും. ഒരു കല്യാണി രാഗത്തിലൊരു കീർത്തനം പാടാം. എല്ലാവിടെയും ഞാൻ പാടിക്കൊണ്ടിരുന്നത്, എല്ലാവർക്കും ഉണ്ടാവല്ലോ ഒരു സാധനം പാടിക്കൊണ്ടിരുന്നൊരു പാട്ടാ. ഉന്നയല്ലാൽ വേറെ ഗതിയില്ലയമ്മ, உலகெல்லாம் ஈன்ற அன்னை உன்னையல்லால் வேறே கதில்லையம்மா, உலகெல்லாம் ஈன்ற அன்னை உன்னையல்லால் ഇതെപ്പോഴും സാധകത്തിലുണ്ടായിരുന്നു. എല്ലാ കോമ്പറ്റീഷൻസിനൊക്കെ പാടിക്കൊണ്ടിരുന്നൊരു പാട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ലൈറ്റ് ടച്ച് ഉണ്ട് അല്ലേ? ഉണ്ട്. എന്താ വെച്ചാൽ അതിന്റെ ടുവേർഡ്സ് ഈ അനുപല്ലവിയും ചരണമൊക്കെ കുറച്ച് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇങ്ങനത്തെ കൃത്യസ് ഡാൻസ് ചെയ്യാനും അങ്ങനത്തെ അത് ഞാൻ വീട്ടിലും കുറെ ഇങ്ങനെ കാണാറുണ്ട്. പുള്ളിക്കാരി കുറച്ചൊക്കെ ഡാൻസിലോട്ട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ നീ പാടി തുടങ്ങി അപ്പൊ മുദ്രകൾ വരും കയ്യില്. മ്യൂസിക് ഇപ്പോൾ ഒരു 10 years ക്ലാസിക്കൽ ട്രെയിൻഡ് ആണെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയവും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പുതിയ പുതിയ പ്രൊജക്ട്സ് വന്നുകൊണ്ടിരിക്കുന്നു. പ്ലേ ബാക്ക് സിംഗറായി ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ ഒരു മ്യൂസിഷ്യൻ കടന്നു പോകുന്നുണ്ട്. നമ്മൾക്ക് നേട്ടങ്ങളും ഉണ്ട്, അതേസമയം നമ്മൾ മിസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുക? അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് ഗ്രാബ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ അധികം പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടില്ല എന്ന് പറയുമ്പോഴും എന്തെങ്കിലും ഒരു വർക്ക് വരികയാണെങ്കിൽ, ഒരു റെക്കോർഡിംഗ് വരികയാണെങ്കിൽ അതെ, അത് അവിടെ നമ്മൾ ആ ഒരു പാട്ട് പാടാൻ ഒരു 3-4 മണിക്കൂർ നമ്മൾ കുറേ സാധനങ്ങൾ അവിടെ നമ്മുടെ തൊണ്ട തനിയെ അവിടെ ഒന്ന് എക്സസൈസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒരു ഷോ ചെയ്യുമ്പോൾ ആ ഷോന്റെ 3-4 ദിവസം മുൻപ് തൊട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവിടെ എല്ലാം എങ്ങനെയെങ്കിലും നമ്മളൊരു എന്താ പറയുക ഒരു കറക്റ്റ് ഒരു ബാലൻസ് കൊണ്ടുവരാൻ നോക്കാം. നമ്മൾ ക്ലാസിക്കൽ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ജാമിങ് ചെയ്യുമ്പോൾ ഫ്യൂഷൻ പോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആ രാഗത്തിലോ അല്ലെങ്കിൽ ആലാപോ സ്വരമൊക്കെ നമ്മൾ പാടിക്കൊണ്ടിരുന്നാൽ അത് അങ്ങ് ബാലൻസ് ആയി പൊക്കോളും. അത് ഒന്നും ഇല്ലാതിരിക്കരുത്. അപ്പോൾ കറക്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അവിടെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അവിടെ ആകുമ്പോൾ നമുക്ക് ഒരു സമയമില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റും ഇല്ല. കുറച്ചൊരു എക്സ്ട്രാ എഫേർട്ട് ഇടണം. നിന്റെ തിരുനടയിൽ നറുനേ ആരുമറിയാതെ എന്നും വീണെറിഞ്ഞിട നിന്റെ തിരുനടയിൽ നറുനേ തിരിക്കതിരാ ആരുമറിയാതെ എന്നും വീണെറിഞ്ഞിട സാന്ദ്രചന്ദന അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ വരുന്നത്. സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ടേണിംഗ് പോയിന്റ് തന്നെ ആയിരുന്നു. പലരുടെയും ആ കോൺടെസ്റ്റ് ഇടുന്ന എല്ലാവരുടെയും ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആ ഒരു ഷോ എന്ന് പറയുന്നത്. അവിടെ നിന്നായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. എൻ്റെ ഫസ്റ്റ് മൂവി ഗോൾ, വിദ്യാസാഗർ സാറാണ് മ്യൂസിക് ഡയറക്ടർ. ഒരു സ്റ്റാർട്ടറിന് അതിനെക്കാട്ടിലും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. എന്താ വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ബോംബെയിൽ ഉണ്ടായിരുന്നപ്പോൾ സ്റ്റേജസിൽ ഫസ്റ്റ് പാടിക്കൊണ്ടിരുന്ന സോങ്ങാണ് വെണ്ണില ചന്ദനിക്കണം എന്ന് പറയുന്ന സോങ്. അത് ഡയറക്റ്റ് ചെയ്ത മ്യൂസിക് ഡയറക്ടറിൻ്റെ കീഴിൽ ആദ്യത്തെ സോങ് കിട്ടാൻ തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതി. സോ അത് നല്ലൊരു ആദ്യത്തെ പാട്ടൊന്ന് പാടിയാലോ?
ഏതോ ഗോൾഡ് പാടിയാണോ എൻ്റെ ദൈവമേ. അതിന് കുറെ ഫുൾ ഡ്രം ഇതൊക്കെ വേണ്ടി വരും. ഫാസ്റ്റ് സോങ് ആണ് ഓ മറിയ എന്ന് പറഞ്ഞ, ചുമ്മാ പാടാം. ഓ മറിയ വോ മറിയ വോ മറിയ മറിയ അവ്വാനഗില 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 അവ്വാനഗില. വിദ്യാസാഗർ സാറിനെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ സാറ് ഹാർമോണിയത്തിലൊക്കെയാണ് പഠിപ്പിച്ചുതരാ പാട്ട്. എല്ലാ സോങ്ങും ഹാർമോണിയത്തിലാണ്. അപ്പോൾ പാട്ട് പഠിച്ചു വന്നപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു മെലഡി സോങ് ആണ്. അപ്പോൾ പിന്നെ അന്ന് വോക്ക്മാനൊക്കെ ആയിരുന്നു അന്ന് ആ സമയത്ത്. അപ്പോൾ അതിലൊക്കെ റെക്കോർഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ റൂമിൽ പോയിരുന്ന എല്ലാവരും, ഞാൻ സംഗീത്, ജോബ്, മൃദുല, നിതീഷ് ഏട്ടൻ, ആ ടോപ്പ് 5 കമൽ സാർ കണ്ടു, ഇഷ്ടപ്പെട്ടു, നമ്മളെ വിളിച്ചു, അങ്ങനത്തെ സീനായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം വരുമ്പോഴാണ് ഫുൾ അതിൻ്റെ ഒരു കളറേ മാറി. ഫുൾ ഒരു വെസ്റ്റേൺ ഫീലായിരുന്നു സാധനം. അപ്പൊ അത് ഭയങ്കര ഒരു എന്താ പറയാ, എല്ലാവർക്കും ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയി. എന്താ വെച്ചാൽ അതുവരെ എല്ലാവരും ഒരു മെലഡി ആയിരിക്കുന്ന രീതിയിലാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നമ്മളെ വെർസറ്റൈൽ ആക്കല്ലേ, അതൊരു വലിയ ഗുണമല്ലേ. അതെ അതെ അതെ. അപ്പൊ ആ ഒരു വെസ്റ്റേൺ ഇതിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു ടച്ച് കൊണ്ടുവരാൻ പറ്റുക, അതിനായിരിക്കും ചിലപ്പോൾ വിദ്യാസാഗർ ലാസ്റ്റ് ഒരു സസ്പെൻസ് ആക്കി വെച്ചിരുന്നത്. ഗുഡ് എക്സ്പീരിയൻസ് അല്ലേ.